ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് 3 കൊമ്പന്മാരെയാണ് പുഴക്കരയിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു കൊമ്പന് മദപ്പാടാണ്, നല്ല രീതിയിൽ ഒലിവൊക്കെ ഉണ്ട്. നമ്മൾ ഇവരെ കണ്ട ടൈമിൽ ഇവർ പുഴ കിടക്കാൻ പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കൊമ്പനെ മാത്രം കാണിക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ കൊമ്പൻ്റെ അടുത്ത് മറ്റേ കൊമ്പൻ വന്ന് നിൽക്കുകയാണ്. 3 കൊമ്പന്മാരിൽ ഒരെണ്ണം പുഴ കിടക്കാനായിട്ട് അപ്പുറത്തേക്ക് പോയിട്ടോ. അപ്പോൾ ഇങ്ങനെ ഒലിവുള്ള കൊമ്പന്മാരുടെ അയലത്ത് പോലും നമ്മൾ പോകരുത്. കാരണം എന്നല്ല, അവർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. ഇവരുടെ ഒരു മീറ്റിംഗ് ടൈമും കൂടിയാണിത്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ആരെ കണ്ടാലും കലിപ്പ്, ദേഷ്യം ഒക്കെ ആയിരിക്കും. അപ്പോൾ അതേ വന്ന ഉടനെ തന്നെ അവൻ പുഴയിലേക്ക് ഇറങ്ങുന്നതിന് മുന്നായിട്ട് ദേഹം മൊത്തം മണ്ണിട്ട് തണുപ്പിക്കുകയാണ്. അപ്പോൾ മറ്റ് 2 കൊമ്പന്മാരും പുഴ ഇറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങടേക്ക് പോയിട്ട് അവൻ ഒത്തിരി ദൂരെ മാറിയാണ് നിൽക്കുന്നത്. ആൾക്കൊരു ഡിസ്റ്റർബൻസും ഇല്ലാത്ത രീതിയിൽ. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു കൊമ്പൻ അവിടെ നിന്ന് കൂളായിട്ട് നിന്ന് മണ്ണൊക്കെ വാരിയിട്ട് ഭയങ്കര റിലാക്സ് ആയിട്ട് നിൽക്കുന്നത്. സാധാരണ ഇങ്ങനെ ഒലിവൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കൊമ്പന്മാർ ഭയങ്കര കലിപ്പും ദേഷ്യവും ഒക്കെ ആയിരിക്കും. അവർ മനുഷ്യ സാന്നിധ്യം തീരെ ഇഷ്ടപ്പെടുന്നതേ ഇല്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു കൊമ്പനും പുഴയുടെ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം പുഴയുടെ അടുത്തെത്തിയ കൊമ്പനാണ് കേട്ടോ ആദ്യം ഇറങ്ങി വരുന്നത്. അപ്പോൾ ആളാണ് ആദ്യം പുഴ കിടക്കാനായിട്ട് പോകുന്നത്. പുഴ കിടക്കില്ല, പുഴയുടെ സൈഡിൽ തന്നെ വന്ന് നിൽക്കുകയാണ്. കാരണം മറ്റുള്ള കൊമ്പന്മാർ വന്നതിന് ശേഷം മാത്രമാണ് പുഴ കിടക്കുള്ളൂ. ഇവരിങ്ങനെയാണ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അവർ പോകുന്നതും ഒരുമിച്ച് തന്നെയായിരിക്കും. പുഴക്കരയിൽ വന്നിട്ട് ഇവരിങ്ങനെ വെയിറ്റ് ചെയ്യും മറ്റുള്ള കൊമ്പന്മാർ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ ഈ ആദ്യം വന്ന കൊമ്പൻ ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റേ കൊമ്പൻ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ മറ്റുള്ള കൊമ്പന്മാർ പുറകിൽ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ഈ ആദ്യം വന്ന കൊമ്പൻ പുഴയുടെ സൈഡിലേക്ക് ഇറങ്ങാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ആ ഇറങ്ങി വരുന്നത് നേരത്തെ കണ്ട ആ ഒലിവുള്ള കൊമ്പനാണ് കേട്ടോ. അവനാണ് രണ്ടാമത് ഇറങ്ങി വരുന്നത്. ഇനിയും ഒരു കൊമ്പനും കൂടെ വരാനുണ്ട്. അവൻ നേരത്തെ അവിടെ നിന്ന് പോയതാണ്, പക്ഷേ അതിനുള്ളിൽ എവിടെയോ നിൽക്കുകയാണ് തോന്നുന്നു. അപ്പോൾ പുഴയുടെ സൈഡിൽ വന്നിട്ട് അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് നോക്കി നിൽക്കുകയാണ്. 2 കൊമ്പന്മാരും അതെ കേട്ടോ, അവിടെ നിന്ന് ഇങ്ങടേക്ക് നോക്കി നമ്മളെ നോക്കി നിൽക്കുകയാണ്. ഇത്രയും ദൂരെയാണെങ്കിൽ പോലും അവർക്ക് നമ്മുടെ സാന്നിധ്യം മനസ്സിലായി എന്ന് തോന്നുന്നു. ഇവർക്ക് മണം പിടിക്കാനുള്ള കഴിവൊക്കെ നന്നായിട്ടുണ്ടല്ലോ. പക്ഷെ നമ്മൾ വളരെ ദൂരെയാണെന്ന് അവർക്ക് മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കാം അവർ വളരെ കൂളായിട്ട് നടന്നു പോകട്ടോ. അപ്പോഴേക്കും 3ാമത്തെ കൊമ്പനും അതിൻ്റെ ബാക്കിൽ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 കൊമ്പന്മാരുള്ളൂ. അപ്പോൾ അവർ 3 പേരും ഒരുമിച്ച് ആ ഒരു പുഴക്കരയിൽ എത്തിച്ചേർന്നതിന് ശേഷം അവർ പുഴ കിടക്കുകയാണ്. എനിക്ക് ഇവരുടെ ഈ ഒരു സ്വഭാവം കാണുമ്പോൾ നമ്മൾ മനുഷ്യന്മാരുടെ ഒരു ക്യാരക്ടർ എനിക്ക് ഓർമ്മ വരും. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ വരാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അവരെ വിളിച്ച് ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുമല്ലോ, നിങ്ങളവിടെ എത്തി എപ്പോൾ വരുന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ ഇവിടെ ഇവന്മാർ എത്ര മണിക്കൂർ വേണമെങ്കിലും ഇവരുടെ കൂടെ വന്നിട്ടുള്ള ആ കൊമ്പന്മാർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. അവർ വന്നതിന് ശേഷം അവർ ഒരുമിച്ചേ പോകത്തുള്ളൂ. അത് ഇവരുടെ ഒരു സ്വഭാവം തന്നെയാണ്, അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാ ആനകളും വന്നതിന് ശേഷം അവർ പുഴയിലേക്ക് ഇറങ്ങി വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല, അവർ പുഴ കടന്ന് പോവുകയുള്ളൂ. ഈ നമ്മുടെ ഈ ഒരു ഒലിവുള്ള കമ്പനി ഒരു കൂട്ടത്തിൻ്റെ ഒപ്പം അധിക ദിവസം കാണില്ല. അവന് ഉടനെ തന്നെ ഈ ഒരു കൂട്ടത്തിൽ നിന്ന് മാറിയിട്ട് വേറെ സ്ഥലത്തേക്ക് പോകും. അങ്ങനെ 3 കൊമ്പന്മാരും വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞ് പുഴ കടന്ന് പോവാണ്. പുഴയിൽ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ വെള്ളം തീരെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആനകൾ കുളിക്കാത്തത്. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ പുഴയുടെ നടുഭാഗത്താണ് നിൽക്കുന്നത്. എന്നിട്ട് പോലും അവരുടെ ഒരു ദേഹത്തൊരു തുള്ളി വെള്ളം പോലും ആയിട്ടില്ല. കാരണം അത്രയ്ക്ക് വെള്ളം കുറഞ്ഞ് നിൽക്കാട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ കൊമ്പന്മാരൊക്കെ ഇനി പുഴ കടന്ന് പോവാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് ഫോളോ കൂടെ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ആന വീഡിയോകളുടെ ഒപ്പം തന്നെ ഞാനിനി ട്രാവൽ വീഡിയോസും കൂടെ ഉൾപ്പെടുത്തും. കാരണം ഞാൻ ആദ്യമായിട്ട് ട്രാവലിംഗ് ആണ് തുടങ്ങിയത്, പിന്നെ ആനകളിലേക്ക് മാറിയതാണ്. അപ്പോൾ എന്തായാലും ഞാൻ യാത്രകളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പോകുന്ന സ്ഥലത്തെ കാഴ്ചകളും കൂടെ നിങ്ങളൊക്കെ കാണിക്കാം. താല്പര്യമുള്ളവർ അതും കൂടെ കാണാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പാലക്കാട്, വാമല, കൊല്ലങ്കോടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തുടർന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.